ആദ്യം തന്നെ സാറിൻ്റെ ഒരു ബേസിക് വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. സാറിൻ്റെ നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ നാട് കോഴിക്കോടാണ്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയാണ്. വീട്ടിൽ എൻ്റെ ഭാര്യ, ഉമ്മ, 2 കുട്ടികൾ, അമാൻ മുഹമ്മദ് ആൻഡ് ഐമൻ മുഹമ്മദ്. ഹാപ്പി ലൈഫ്. വളരെ ഹാപ്പി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഫുഡ് ഫെസ്റ്റിവലാണ് നമ്മുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റോപ്പിയ ഇവൻച്ചേഴ്സ് നടത്തുന്ന ആ ഒരു ഫുഡ് ഫെസ്റ്റ് എന്താണ്, എങ്ങനെയാണ്? ഇറ്റോപ്പിയ ഇവൻച്ചേഴ്സ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾ ഏകദേശം ഒരേ കാലത്ത് ഒരുമിച്ച് പഠിച്ച കുറേ സുഹൃത്തുക്കളും അതോടൊപ്പം മറ്റു ചില സുഹൃത്തുക്കളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ്. പ്രധാനമായും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഇവൻറ്റ് ഒരു മെഗാ ഇവൻറ്റ് എന്നുള്ള നിലയിലാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് വരുന്നത്. അത് ഏതൊരു ടൈമിലാണ് വരുന്നത്? മെയ് ഈ വർഷം നമ്മൾ ഒരു വെക്കേഷനിലാണ് വരുന്നത്. മെയ് മാസം 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെ. വെക്കേഷൻ ടൈം നോക്കിയിട്ടാണ് ആ ഒരു വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം പ്രേമികൾക്ക് ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയം, അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സന്ദർഭം, സമയം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ സമയത്തേക്ക്. ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ സാധാരണഗതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകളെ നമ്മൾ കലാകാരന്മാർ എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ഭക്ഷണ പാചക കല എന്നാണ് നമ്മൾ പറയുക. പാചകം മറ്റു പലതും പോലെ, അതായത് ഇപ്പം എന്താ പറയുക, നമ്മളൊരു സംഗീതം പോലെ, സംഗീതത്തിൻ്റെ ഒരു സ്വരസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള വിന്യാസം കൊണ്ടാണ് സംഗീതം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കവിത എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പ്രത്യേക തരത്തിലുള്ള വിന്യാസം കൊണ്ടാണ് ഉണ്ടാകുന്നത് കവിത ഉണ്ടാകുന്നത്. അതുപോലെ മറ്റെല്ലാ കലകളും, ഇപ്പോൾ ചിത്രം തന്നെ ആയാലും നിറക്കൂട്ടുകൾ കൊണ്ട് നമ്മൾ വരച്ചുണ്ടാക്കുന്ന ഒരു സാധനം. അതുപോലെ തീർത്തും അതുപോലെ തന്നെ പാചകം എന്ന് പറയുന്നത് അതിൻ്റെ ചേരുവകൾ യഥാവിധി ചേരുമ്പോഴാണ്, അതിൻ്റെ ശരിയായ അളവിൽ തോതിൽ ആ പാചകത്തിലെ ചേരുവകൾ ചേരുമ്പോഴാണ്, ആ ചേരുവകൾ യഥാവിധി ചേർക്കുക എന്നുള്ളത് വളരെ കലാപരമായ, വളരെയധികം എന്താ പറയുക, സർഗസിദ്ധി ആവശ്യമുള്ള ഒന്നാണ്. ആ രീതിയിൽ കലാകാരന്മാരാണ് ഇവർ എന്നതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ആദ്യത്തെ കാര്യം. വെറും ഒരു തൊഴിലാളികളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കലായി ചെയ്യുന്ന ആളുകളല്ല. ഇവർ ചെയ്യുന്നത് കലയാണ്. എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം കടമെടുക്കേണ്ടി വരും. ഉസ്താദ് ഹോട്ടലിലെ ഒരു ഡയലോഗ്, ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വയറ് മാത്രം നടക്കുന്ന, നമ്മുടെ മനസ്സ് കൂടെ നടക്കുന്നതാണ്. മനസ്സ് നടക്കുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആർട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു ആർട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് അല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആക്ച്വലി വരുന്നത്? നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഇന്ത്യയുടെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്നുള്ള ഫുഡാണ്, നമുക്കതിൽ വെറൈറ്റി ഫുഡ്സ് ആണ് വരുന്നത്. ഫുഡ് ലവേഴ്സിൻ്റെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ എത്രത്തോളം, ഏതെല്ലാം ഭാഗത്തു നിന്നുള്ള ഫുഡാണ് നമുക്കതിൽ കിട്ടുന്നത്? ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 25 നഗരങ്ങളാണ് ഈ തവണ ഈ എഡിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നാടിനും ഒരു ഫുഡ് ഉണ്ടാവും, ഒരു ഫുഡ് കൾച്ചർ ഉണ്ടാവും. ഇപ്പോൾ കോഴിക്കോട്, ഞങ്ങളുടെ നാട്, കോഴിക്കോടിൻ്റെതായ തനത് വിഭവങ്ങളുണ്ടാവും. കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയുടേതായ തനത് വിഭവങ്ങളുണ്ടാവും. കേരളത്തിൽ തന്നെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ രുചിഭേദങ്ങളുണ്ടാവും. പലതരം പലഹാരങ്ങളായാലും ശരി, പലതരം അപ്പങ്ങളായാലും ശരി, എല്ലാതരം കറികളായാലും ശരി, ബിരിയാണി തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് വന്നൊരു വിഭവമാണ്. പക്ഷെ അത് കേരളത്തിൻ്റെ പല മേഖലകളിൽ പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്, പാചകം ചെയ്യപ്പെടുന്നത്. അതേപോലെ ഇന്ത്യയുടെ ഓരോ നഗരങ്ങൾക്കും ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു കഥ പറയാനുണ്ട്. ആ ഭക്ഷണ സംസ്കാരത്തിൽപ്പെട്ട അതിൻ്റെ ഒരു പാരമ്പര്യ തനിമയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒരിടത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഇവൻറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ പറയാം. നമ്മൾ കുറച്ച് നാൾ മുന്നേക്ക് വരെ കേട്ടിരുന്നത് ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ഇതിലാണ് നമ്മുടെ ഒരു ബിരിയാണി നമ്മൾ ഒതുക്കിയിരുന്നത് അല്ലെങ്കിൽ ഒതുങ്ങിയിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ബിരിയാണീസ് അടക്കമുള്ള നമുക്ക് തീർച്ചയായിട്ടും ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായും. പക്ഷെ അത് ആ തരത്തിലല്ല. നമ്മൾ അതിൻ്റെ അത്തരം വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യപരമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നതല്ല. നമ്മളിതിൽ പ്രധാനമായും ഊന്നുന്ന ഒരു കാര്യം, ഭക്ഷണത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടാവും. ഒരു ഭക്ഷണം ഉണ്ടായി വരുന്ന ഓരോ നാട്ടിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈദരാബാദിലെ ഹലീം എന്ന് പറയുന്നത് ഒരു ഭക്ഷണമാണ്, അതൊരു ഭക്ഷണ വിഭവമാണ്. പക്ഷേ അതിനൊരു ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി, ഇന്ത്യയിലെ ബിരിയാണിക്ക് ഒരു ചരിത്രമുണ്ട്. അതുപോലെ ഓരോ നാട്ടിലും ഉണ്ടാകുന്ന പ്രത്യേകതരം ഭക്ഷണം. നമ്മുടെ നാട്ടിൽ തന്നെ പലതരം അപ്പങ്ങൾ കേരളത്തിൻ്റെ ഒരു തനത് വിഭവമാണ്. അതേസമയം ബ്രെഡ് എന്ന നിലയിൽ പലതരത്തിലുള്ള ഇപ്പോൾ ഇഡ്ഡലി, അങ്ങനെ പല വകഭേദങ്ങൾ, അപ്പത്തിൻ്റെ പല വകഭേദങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ അപ്പം എന്നത് തീർത്തും ഒരു കേരളീയ വിഭവമാണ്. അപ്പോൾ അതിന് തീർച്ചയായും ഒരു ചരിത്രം ഉണ്ടാവും. ഇങ്ങനെ ഓരോ വിഭവങ്ങളും നാടിൻ്റെ സാംസ്കാരിക പ്രധാനമായ പാരമ്പര്യമുള്ള ഭക്ഷണങ്ങളുടെ ഒരു മേള, ആ അർത്ഥത്തിലാണ് നമ്മൾ
പിന്നെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിന് കാണുന്നത്. നമ്മുടെ ഒരു സ്ഥലത്തെ ആ ഒരു പ്ലേസിലെ ട്രഡീഷണൽ എത്നിക് ആയിട്ടുള്ള ഫുഡാണ് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം ഒരുപാട് ഫുഡ് ലവേഴ്സിന് അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ വിഭവങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്നുണ്ടാവും, പക്ഷേ അത് അത്രയും പോപ്പുലർ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ചില നാടിൻ്റെ ചില സീസണിൽ മാത്രം കിട്ടുന്ന വിഭവങ്ങളുണ്ടാവും. അതുപോലെ പല തരത്തിലുള്ള പ്രത്യേകതകളുള്ള വിഭവങ്ങളായിരിക്കും. ഇത് നമുക്ക് സാധാരണഗതിയിൽ കഴിക്കണമെങ്കിൽ ആ നാട്ടിൽ പോകണം. അപ്പോൾ കാശ്മീരിൽ പോയി, ഇപ്പോൾ കാശ്മീരിലെ തബക് മാസ് എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട്, ഒരു ഡിഷാണത്. അത് നമ്മൾ കഴിക്കണമെങ്കിൽ കാശ്മീരിൽ തന്നെ പോകണം. കാശ്മീർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ ശരിയായ രൂപത്തിൽ കഴിക്കണമെങ്കിൽ കാശ്മീരിൽ പോകണം. അപ്പോൾ നമ്മളിവിടെ ആ ഒരു വിഭവം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് അതിൽ കൗതുകം ഉണ്ടാവും, അത് കഴിക്കാനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. ഇങ്ങനെ 100ഓളം വിഭവങ്ങൾ ഇന്ത്യയുടെ പല സിറ്റികളിൽ നിന്ന്, സംസ്ഥാനങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് സിറ്റികളിൽ നിന്ന്. കാരണം ഇപ്പോൾ UP-യിൽ നിന്ന് 2, 4, 5 സിറ്റികളിൽ നിന്നുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, പഞ്ചാബിൽ നിന്ന്. അതുപോലെ പല സ്റ്റേറ്റിൽ നിന്നും 1, 2 നഗരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം നഗരങ്ങളിലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നത്, സിറ്റി സംസ്ഥാനങ്ങൾ എന്ന അർത്ഥത്തിലല്ല, ഓരോ നഗരങ്ങളിലും. ഇപ്പോൾ UP-യെക്കുറിച്ച് തന്നെ പറയും, ഓരോ അടിയിലും വെള്ളത്തിൻ്റെ രുചി മാറും എന്ന് പറയുന്ന പോലെ ഓരോ നഗരങ്ങളിലും അതിൻ്റെ രുചി മാറുന്നുണ്ട്. അതിൻ്റെ ഭക്ഷണ രീതി, പാചക രീതികൾ എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഡൽഹിയോടടുത്തുള്ള UP-യിൽ സംബൽ, അമ്രോഹ, രാംപൂർ, മൊറാദാബാദ്, ഈ ഒരു ബെൽറ്റിൽ 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള 4 ദേശങ്ങളാണ്. പക്ഷെ 4 സ്ഥലത്തും 4 തരം ഭക്ഷണ രീതികളാണ്. ഈ ഒരേ വിഭവം തന്നെ 4 രീതിയിൽ പാചകം ചെയ്യുന്ന നാടുകൾ. ഇത് ഈ മേഖലയുടെ മാത്രം പ്രത്യേകത അല്ല, UP-യിലുടനീളം ഇന്ത്യയുടെ പല ദേശങ്ങളിലും ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ്. ഇപ്പം പുറത്ത് നമ്മൾ അറബ്സ് നോക്കിയാൽ പോലും അവർ എടുത്ത് പറയുന്നത് മലയാളീസ് ആണോ അല്ലെങ്കിൽ ഫുഡാണോ എന്ന് പറഞ്ഞാൽ പിന്നെ കോഴിക്കോടിനെ അവർ ചോദിക്കുള്ളൂ. അത്രത്തോളം ഫേമസ് ആണ് കോഴിക്കോട് ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോർത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് നമുക്ക് കിട്ടും. പക്ഷേ ഈ നമ്മുടെ തിരക്ക് പിടിച്ചിട്ടുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ അവിടെ ഒന്നും പോയി നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫുഡ് ഫെസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് 9 days അല്ല ആക്ച്വലി വരുന്നത് അല്ലേ? 10 days ആണ് വരുന്നത്. അപ്പോൾ 10 days നമുക്ക് ഫുള്ള് ഓരോ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി, ഒരു ടൈപ്പ് ഓഫ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതോ ഇത്ര സ്റ്റാളുകൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ 25 നഗരങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ് ഉണ്ടാവുക. അത് ഫസ്റ്റ് ഡേ തൊട്ട് അങ്ങനെ തന്നെ എല്ലാ ദിവസവും ഒരേ സ്റ്റാളുകൾ. ഓക്കെ. അപ്പം അത്രയും ഫുഡ് നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്നതാണ്. വെറൈറ്റി ഓഫ് ഫുഡ് ആയിരിക്കും കിട്ടുന്നത്. ശരാശരി ഒരു സ്റ്റാളിൽ നമ്മൾ 5-6 വിഭവങ്ങൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ സ്വീറ്റ്സ് ഉണ്ടാവും, പലതരം ഖീർ എന്ന് പറയുന്ന പലതരം വിഭവങ്ങളുണ്ടാവും, ചായ ഉണ്ടാവും, ഇറാനി ചായ ഉണ്ടാവും, കശ്മീരി കവ ഉണ്ടാവും. അതുപോലെ പലതരം വിഭവങ്ങൾ. നമ്മൾ മെയിൻ കോഴ്സ് മാത്രമല്ല, ബ്രെഡ് മാത്രമല്ല, ബിരിയാണി മാത്രമല്ല, ബിരിയാണി തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 7-8 ബിരിയാണികൾ ഇതിലുണ്ടാവും. ഇതിൻ്റെ ടൈമും പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് മെയ് 3 മുതൽ 12 വരെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഇത് നടക്കുന്നത് കോഴിക്കോട് സരോവരം ബയോപാർക്കിനടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന ഒരു വലിയ ഫംഗ്ഷൻ ഹാളാണ്. സാധാരണഗതിയിൽ ഒരു 75,000-ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലം അതിനുള്ളിൽ തന്നെ, ഈ ഹാളിൻ്റെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തൊരു ഹാളാണ്. ഹാളിനോടനുബന്ധിച്ച് ഒരു 3000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം.